അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാം പ്രതീക്ഷിച്ചതിലേറെ വിജയകരമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുക. 2024 ഡിസംബർ 3 കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എഞ്ചിനീയേഴ്സ് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുതന്നു. അന്ന് മുതലാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഒരു വർഷം, ആദ്യത്തെ വർഷം 10 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു, ലക്ഷ്യമിട്ടു. ഇപ്പോൾ അത് 616 ഷിപ്പിലൂടെ 13.25 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്തു ഒരു വർഷം പൂർത്തീകരിച്ചു. ഇന്നലെ വരെയുള്ള കണക്കെടുക്കുമ്പോൾ 636 ഷിപ്പുകൾ വന്നിരിക്കുന്നു, 14 ലക്ഷത്തോളം കണ്ടെയ്നറുകളായി കൈകാര്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ 4 ലക്ഷത്തോളം കണ്ടെയ്നർ കൂടുതൽ കൈകാര്യം ചെയ്യാൻ കഴിയും. അതിലെ സവിശേഷതയാവുന്ന സാഹചര്യം, ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ ഇതുവരെ വന്നിട്ടില്ലാത്ത ഷിപ്പുകൾ, അതിൽ MSC ടർക്കി, MSC ഐറീന, MSC വെറോന ഉൾപ്പെടെയുള്ള ഷിപ്പുകൾ ഇവിടെ വന്നുപോയി എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും കൂറ്റൻ കപ്പലുകളാണ് ഈ പറഞ്ഞ കപ്പലുകളെല്ലാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടർ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ആലോചനാ യോഗമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും അതിൻ്റെ 2nd, 3rd, 4th ഈ 3 ഘട്ടങ്ങൾ കൂടി നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളായി കഴിഞ്ഞിരിക്കുന്നു. ജനുവരി മാസത്തിൽ 2ാം വാരത്തിൽ ആദ്യം നമുക്കിപ്പോൾ താൽക്കാലികമായി ഉണ്ടായിട്ടുള്ള ഒരു അപ്രോച്ച് റോഡിൻ്റെ കണക്ടിവിറ്റി പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതോടുകൂടി റോഡ് മാർഗമുള്ള ചരക്ക് ഗതാഗതത്തിന് തുടക്കം കുറിക്കാൻ കഴിയും. 2, ഇതിൻ്റെ 2nd ഫേസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം ജനുവരി മാസം 2nd വീക്കിൽ നടക്കും. അതിനി വേണ്ടി വരുന്നത്, ഇപ്പോൾ 800 മീറ്റർ ബെർത്താണുള്ളത്. ആ 800 മീറ്റർ ബെർത്ത് 1200 മീറ്ററോടെ വർദ്ധിപ്പിച്ച് 2000 മീറ്റർ ബെർത്താക്കും. അപ്പോൾ കൂറ്റൻ കപ്പലുകൾക്ക് പലതിന് വന്ന് കിടന്ന് ഒരേ സമയം അൺലോഡ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് വരും, ലോഡിങ്ങിനും കഴിയും. മറ്റൊന്ന്, ഇപ്പം നമുക്കുള്ള 2.96 കിലോമീറ്ററുള്ള നമ്മുടെ ബ്രേക്ക് വാട്ടർ, അത് നമ്മൾ ഏതാണ്ട് 920 മീറ്റർ കൂടി വർദ്ധിപ്പിച്ച് 3900 പരം മീറ്ററാക്കി അത് മാറ്റാൻ പോകും. അതാണ് നിർമ്മാണ പ്രവർത്തനത്തിലെ മറ്റൊരു ഘട്ടം. ഈ രൂപത്തിൽ നമുക്ക് അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലായി നമുക്ക് ഈ അടുത്ത കാലത്ത് ICP സ്റ്റാറ്റസ് കിട്ടി. ICP സ്റ്റാറ്റസ് കിട്ടുന്നതോടുകൂടി ഇപ്പോൾ ഏതാണ്ട് 3 പോർട്ടുകൾക്ക് ഒരുമിച്ചായിരുന്നു നോട്ടിഫിക്കേഷൻ ആയത്. ഗുജറാത്തിലെയും മറ്റ് കൽക്കട്ടയിലെയും ഇവിടുത്തെയും. ആ സ്റ്റാറ്റസ് വന്നതോടുകൂടി നമുക്ക് ടൂറിസം രംഗത്ത് പുതിയ സൗകര്യമൊരുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനം ഒരുക്കാൻ പോകുന്നു. അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയായിട്ട് ആലോചിച്ച് ഈ ICP സ്റ്റാറ്റസ് കിട്ടിയതോടുകൂടി ആ പശ്ചാത്തല സൗകര്യം ഒരുക്കി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. പിന്നീട് ഇത് കൂടാതെ നമുക്ക് ഈ 2, 3, 4 ഘട്ടങ്ങൾ കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി നമുക്ക് കൂടുതലായി വേണ്ടി വരുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ, ആ പശ്ചാത്തല സൗകര്യങ്ങൾ യാർഡിൻ്റെ സൗകര്യങ്ങൾ വേണ്ടി വരും. അതേപോലെ തന്നെ പുതിയതായി വിവിധ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഇൻസ്പെക്ഷനും മറ്റു കാര്യങ്ങൾക്കുമുള്ള സംവിധാനങ്ങൾ വേണം. ഇതിനെല്ലാം ഭൂമി അനിവാര്യമാണ്. ആ ഭൂമി കൂടുതലായി ഇപ്പോൾ അക്വിസിഷൻ നടപടിയിലേക്ക് കടന്നു എടുക്കാൻ ഇന്ന് തീരുമാനിച്ചു. ഒപ്പം നമുക്ക് ഷിപ്പിൻ്റെ ആവശ്യങ്ങൾക്കായി വേണ്ടി വരുന്നത് കടലിൽ നിന്ന് തന്നെ ഡ്രഡ്ജ് ചെയ്ത് മുന്നോട്ട് പോകാനും തീരുമാനിച്ചു. ആ തരത്തിൽ ഭൂമി ആവശ്യമായി ലഭ്യമാക്കാൻ ആവശ്യമായ ഉൾപ്പെടെയുള്ള ഇന്നത്തെ ഗവൺമെൻറ് സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള അടിയന്തര പ്രാധാന്യത്തോടു കൂടി കാര്യങ്ങൾ നീങ്ങും. മറ്റൊന്ന്, ഇപ്പോൾ റെയിൽവേ കണക്ടിവിറ്റിയായി ബന്ധപ്പെട്ട് 9.2 മീറ്റർ നമുക്ക് തുരങ്കപാതയും ടോട്ടൽ 10.7 കിലോമീറ്റർ വരുന്ന റെയിൽവേ പാതയുമാണ് നമുക്കുള്ളത്. ആ ഭൂമി ഏറ്റെടുക്കലും അതിൻ്റെ പ്രാധാന്യത്തോടുള്ള പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിയും ഒരു മീറ്റിംഗ് കൂടെ കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ റോഡ് കണക്ടിവിറ്റിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാവേണ്ടത്, നേരത്തെ തന്നെ സംസാരിച്ച് ധാരണയായി കഴിഞ്ഞിരിക്കുന്ന ഒരു ക്ലോവർ ലീഫ് ഉൾപ്പെടെ ഉണ്ടാവേണ്ടതിൻ്റെയാണ്. അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു, അതിന് അംഗീകാരമായി കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായി ഉണ്ടാക്കുന്ന നമ്മുടെ ബൈപ്പാസ് നമുക്ക് പ്രയോജനപ്പെടുത്തിയാലും ഭാവിയിൽ ഈ ക്ലോവർ ലീഫ് ഉൾപ്പെടെ വന്നെങ്കിൽ ഏറ്റവും വലിയ ബിസിനസ്സിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അത് രണ്ട് കൂട്ടത്തിലോട്ട് തെക്കോട്ടും വടക്കോട്ടുമുള്ള സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്താൻ കഴിയും. ആ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞ് ഭൂമി ഏറ്റെടുക്കലും മറ്റു നടപടികളും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിൽ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഭാവി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇന്ന് യോഗം ചേർന്നത്. അതുകൊണ്ട് ജനുവരി 2-ാം വാരത്തിൽ നമുക്ക് അല്ലെങ്കിൽ 3-ാം വാരത്തിൽ നമുക്ക് കൃത്യമായി ഡേറ്റ് പറയാത്തത് CM-ൻ്റെയും അതോടൊപ്പം തന്നെ ഇവരുടെ അദാനിയുടെ എല്ലാം കൂടി ഒരു സൗകര്യം ചോദിച്ചിട്ടായിരിക്കണം നിർമ്മാണ പ്രവർത്തനം തുടങ്ങേണ്ടത്. അവർ 2-ാം വാരം ഇപ്പോൾ എഗ്രി ചെയ്തു. CM-നോട് ചോദിച്ചിട്ട് അദ്ദേഹം ഡേറ്റ് തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യും. എന്തായാലും 2-ാം വാരത്തിനപ്പുറത്ത് പോകില്ല. അതിനുള്ളിൽ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. നമ്മുടെ കരാറിൽ പറയുന്നത് 2028, 2, 3, 4 ഘട്ടം 2000. നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ പുതുക്കി നിശ്ചയിച്ച കരാറിൽ 2028 നമ്മൾ പൂർത്തീകരിക്കണമെന്നാണ്. അതായത് മുമ്പ് ആദ്യം ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് 2045 പറഞ്ഞത്. അതിൽ നിന്ന് പുറകോട്ടിറക്കി നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയിട്ടുള്ള കരാറിലാണ് സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ഫോർത്ത് ഫേസും 2028 കൂടി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പുതിയ കരാർ. അതോടുകൂടി നമ്മുടെ തുറമുഖം ലോകം ശ്രദ്ധിക്കപ്പെടുന്ന നമ്പർ 1 തുറമുഖമായി മാറാൻ പോവുകയാണ്.